ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ 13ാം ദിവസവും പ്രതിസന്ധിയിലാണ്. മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മൽപെ നദിയിലിറങ്ങി നടത്തുന്ന തെരച്ചിൽ മാത്രമാണ് ഏക പ്രതീക്ഷ. തെരച്ചിൽ ദുഷ്കരമെന്നും ദൗത്യം തുടരുമെന്നും ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ അറിയിച്ചു. 13ാം ദിവസത്തിലും ഇതുവരെ ആശ്വാസ വിവരമില്ല. പ്രതികൂല കാലാവസ്ഥയിലും ഉടുപ്പിയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപെ ഇന്നും നദിയിലിറങ്ങി. ഇന്നലെ 3 സ്പോട്ടുകളിൽ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ തകരശീറ്റുകളും മരക്കഷ്ണങ്ങളും മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ട്രക്കോ ട്രക്കിന്റെ ഭാഗങ്ങളോ കിട്ടിയില്ല. അവശേഷിക്കുന്ന ഒരു സ്പോട്ടിലാണ് ഇന്ന് പരിശോധന തുടരുന്നത്. അടിത്തട്ടിലേക്ക് പോയി തിരച്ചിൽ നടത്തുക ദുഷ്കരമാണെന്നും ഇന്നുകൂടി സ്വന്തം ഉത്തരവാദിത്തത്തിൽ തിരച്ചിൽ നടത്തുമെന്നും ഈശ്വർ മാൽപെ. ഞാൻ ഇത്ര തനಕ കീഴെ പോയി നോക്കി ഒന്നും കാണാൻ അത്ര കത്തല കാണാൻ വയ്യ. കണ്ണിക്ക് ഇപ്പോൾ തുണി കട്ടി എങ്ങനെയോ അതേമാതിരി കീഴേ இருக்குது. ഇന്ന് ഒരു വർഷം ആക്കിയാന്ന് சொல்லிട്ടുണ്ട്. 2 ദിവസം ഇന്ന് ആക്കോ നാളെ പിന്നെ നോക്കാം. ഫ്ലോട്ടിംഗ് പോണ്ടൂൺ എത്തിക്കാനുള്ള നീക്കം പരാജയപ്പെട്ടു എന്നാണ് വിവരം. ഡ്രഡ്ജിംഗ് സാധ്യതയും അവസാനിച്ചു. മറ്റു വഴികൾ തേടുമെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ. ഗംഗാവാലി നദിയിലെ അടിയൊഴുക്കിൽ നേരിയ കുറവുണ്ടെങ്കിലും മഴ തുടരുന്നതിനാൽ പ്രതിസന്ധി ഉണ്ടെന്നാണ് നേവിയുടെയും വിലയിരുത്തൽ. 24 ഷിരൂർ.